ധർമ്മടത്തെ പ്രചരണ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. എന്നാണ് ജനങ്ങൾ കണ്ടത്. അതിന് പുറമേയുള്ള കാര്യങ്ങളും LDF ഭംഗിയായി നിർവഹിച്ചത് ജനങ്ങൾ കണ്ടു. അവിടെയാണ് ചരിത്രം തിരുത്താൻ ജനങ്ങൾ സന്നദ്ധമായത്. ആ തിരുത്തലായിരുന്നു LDFനെ ഏൽപ്പിച്ച തുടർഭരണം. ഇപ്പോ 5 വർഷം വീണ്ടും പിന്നിട്ടിരിക്കുന്നു. ഈ 5 വർഷവും കൂടി ചേർത്താൽ 10 വർഷമായി LDF അധികാരത്തിലിരിക്കുന്നു. എന്തുകൊണ്ട് LDFനെ ജനങ്ങൾ സ്വീകരിക്കുന്നു? ഇത് നാടിൻ്റെ പൊതുവായ താല്പര്യത്തിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മുടെ നാട് കേരളം ലോകം ശ്രദ്ധിക്കുന്ന ഒരു നാടായി മാറിയിട്ടുണ്ട്. അതിനിടയാക്കിയത് തുടർഭരണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നാം തീരുമാനിച്ച കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കുക എന്ന നിലപാടാണ്. കഴിഞ്ഞ നവംബർ 1 നമ്മുടെ നാട് അതിദാരിദ്ര്യമുക്തമാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം നമുക്ക് നടത്താനായി. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം 64,006 കുടുംബങ്ങളാണ് അതിദാരിദ്ര്യ വിഭാഗത്തിൽപ്പെട്ടിരുന്നത്. അവരെ ഒന്നാകെ പ്രഖ്യാപിക്കുകയല്ല, ഓരോ കുടുംബത്തെയും എടുത്ത് ആ കുടുംബത്തിന്റെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് സംസാരിക്കാൻ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അവിടെ പഞ്ചായത്ത് തല പ്രചരണത്തിൽ പങ്കെടുക്കണം മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.